ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു കണ്ടന്റുമായിട്ടാണ്. അത് വേറൊന്നുമല്ല, ഒരു കാറിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ എന്തൊക്കെയെന്നും ഈ ഭാഗങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നും ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതുമാണ് ഇന്നത്തെ എൻ്റെ വിഷയം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് തീർത്തും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് വാഹനം ഓടിച്ച് പഠിച്ചു വരുന്ന പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്ന, അതായത് ഡ്രൈവേഴ്സും മറ്റും വീഡിയോ കാണുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കാം. ബിക്കോസ് നിങ്ങൾക്കിത് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പിന്നെയും പറയാൻ പോകുന്നത്. സോ തീരെ അറിയാത്ത അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു വാഹനത്തിനുള്ളിൽ നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ മുന്നിൽ കാണുന്നതാണ് ഈ വലിയൊരു വിൻഡ് സ്ക്രീനും അതേപോലെ തന്നെ ഈ ഡാഷ്ബോർഡും. അപ്പം ഞാൻ രണ്ട് ടെക്നിക്കൽ ടേംസ് പറഞ്ഞു. അതായത് വിൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞത് നമ്മളൊക്കെ ഗ്ലാസ് എന്ന് വിളിക്കുന്ന ഈ മുമ്പിലുള്ള ഈ ഗ്ലാസ്സിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വിൻഡ് സ്ക്രീൻ അല്ലെങ്കിൽ വിൻഡ് ഷീൽഡ് എന്ന് വിളിക്കും. രണ്ടാമതായിട്ട് തൊട്ട് താഴെയായിട്ട് നീളത്തിലൊരു വലിയൊരു പ്ലാറ്റ്ഫോം, അതായത് മുമ്പ് തന്നെ വളരെ വലിയൊരു എന്താ പറയുക ഒരു സംഭവങ്ങൾ നിങ്ങളെല്ലാം ക്ലസ്റ്ററും അതേമാതിരി സ്പീഡോമീറ്ററും എല്ലാം ഉൾപ്പെട്ട ഒരു വലിയൊരു യൂണിറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനെ വിളിക്കുന്ന, അതായത് മൊത്തമായിട്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ഡാഷ്ബോർഡ്. എങ്കിൽ മുന്നേ തന്നെ ആയിട്ട് ഒരു രണ്ട് പില്ലേഴ്സ് കാണാം, കണ്ടല്ലേ? ഈ രണ്ട് പില്ലേഴ്സിനെ, ഫ്രണ്ട് ഭാഗത്തുള്ള പില്ലേഴ്സിനെ വിളിക്കുന്ന പേരാണ് എ പില്ലർ. അതേപോലെ തന്നെ നമ്മുടെ തൊട്ട് പുറകിലായിട്ട് കാണുന്ന ഒരു പില്ലർ ഉണ്ടാവും. ഈ പില്ലറിനെ വിളിക്കുന്ന പേരാണ്, അതായത് എ പില്ലറിൻ്റെ തൊട്ട് പുറകിലുള്ള പില്ലറിനെ വിളിക്കുന്ന പേരാണ് ബി പില്ലർ. അതിൻ്റെയും പുറകിലായിട്ട് ഏറ്റവും പുറകിലുള്ള ഒരു പില്ലർ ഉണ്ടാവും. ആ പില്ലറിനെ വിളിക്കുന്ന പേരാണ് സി പില്ലർ. സോ എ പില്ലർ, ബി പില്ലർ ആൻഡ് സി പില്ലർ. അപ്പോൾ ഇത് ഒരു സൈഡ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് മറുഭാഗത്തും വരുന്നത്. അതായത് മറുഭാഗത്താണെങ്കിലും എ പില്ലർ, ബി പില്ലർ ആൻഡ് സി പില്ലർ. അതേപോലെ തന്നെ ഈ റൂഫിലായിട്ട് ഡ്രൈവർ സൈഡിൻ്റെ മുകൾ ഭാഗത്തായിട്ടും അതേപോലെ തന്നെ കോ ഡ്രൈവർ സൈഡിൻ്റെ മുകൾ ഭാഗത്തായിട്ടും രണ്ട് സൺ വൈസേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സൺ വൈസേഴ്സ്. അപ്പോൾ ഈ സൺ വൈസേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് വെയിൽ മുഖത്തേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി, അതായത് വാഹനം ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്തു നിന്നും വെയിൽ മുഖത്തേക്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് വാഹനം കൃത്യമായിട്ട് ഓടിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് സൺ വൈസേഴ്സ് ഉപയോഗിക്കുന്നത്. ഈ കോ ഡ്രൈവർ സൈഡ് സൺ വൈസറിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു മിറർ കൂടെ കാണാം. ഈ മിററിൻ്റെ പേരാണ് വാനിറ്റി മിറേഴ്സ്. ഈ സാധനം നമുക്കിതാ ഈ ഹൂക്കിൻ്റെ മുകളിൽ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡേക്കും ആക്കി വെക്കാൻ സാധിക്കും. അപ്പോൾ വലതുഭാഗത്തു നിന്നും അതേമാതിരി തന്നെ ഇടതുഭാഗത്തു നിന്നുള്ള വെയിലിനെയും നമുക്ക് ഇതുവഴി തടഞ്ഞു നിർത്താൻ വേണ്ടി ഒരു പരിധി വരെ സാധിക്കുന്ന ഒരു ഡിവൈസാണ് ഈ സൺവൈസേഴ്സ്. അടുത്തൊരു ഭാഗമാണ് മിറേഴ്സ്. അതായത് നമ്മളിതിനെ മിറർ എന്നാണ് വിളിക്കുക, പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള ടെക്നിക്കൽ നെയിം വരുന്നത് റിയർ വ്യൂ മിറർ എന്നാണ്. അപ്പോൾ പലർക്കുള്ള സംശയമാണ്, നമ്മൾ രണ്ട് സൈഡും കാണുന്ന രണ്ട് മിറേഴ്സ് ഉണ്ടല്ലോ, അത് റിയർ വ്യൂ മിറർ അല്ലേന്ന്. അപ്പോൾ അതിന് പറഞ്ഞത് ഇത് ഇൻസൈഡ് റിയർ വ്യൂ മിറർ, ഇത് ഔട്ട് സൈഡ്, അതായത് ORVM ഔട്ട് സൈഡ് റിയർ വ്യൂ മിറർ എന്നാണ് വിളിക്കുന്നത്. അത് റൈറ്റ് സൈഡ്, ഇതാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ORVM ആണ്. ഈ കാണുന്ന ഒരു ബോക്സ് നമുക്ക് തുറക്കാൻ പറ്റുന്ന ബോക്സാണ് അല്ലേ. ഇതിൻ്റെ പേരാണ് ഗ്ലൗ ബോക്സ്. അപ്പോൾ ഗ്ലൗ ബോക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഗ്ലൗ ബോക്സിനുള്ളിലാണ് നമ്മൾ സാധാരണയായിട്ട് RC ബുക്ക്, മറ്റ് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കാറ്. ചില വണ്ടികൾ ഇതിൻ്റെ താഴെ ഒരു ചെറിയൊരു ട്രേയും കൂടെ, അതായത് ഒരു ഡാഷ്ബോർഡ് ട്രേയും കൂടെ കാണപ്പെടാറുണ്ട്. ഓക്കെ, ഇതൊരു മാനുവൽ AC കൺട്രോളാണ്. അപ്പോൾ ഈ ഓരോ നോബ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1, 2, 3, അതായത് 3 നോബുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. അപ്പോൾ ആദ്യത്തെ നോബ് പറയുന്നത് ബ്ലോവറിൻ്റെ കൺട്രോളാണ്. അതായത് ബ്ലോവർ നമ്മൾ ഏത് വഴിയിലൂടെയാണോ ഈ AC-യുടെ ഒരു തണുത്ത കാറ്റ് നമുക്ക് ലഭിക്കേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാൻ അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഒരു നോബാണിത്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നോബാണ് ഈ രണ്ടാമത്തത്. ഫാനിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പം AC-യുടെ ഫാനിൻ്റെ കേട്ടോ, അതായത് നമ്മൾ AC-യുടെ ഫാൻ എത്ര വേഗതയിൽ കറങ്ങണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കുറഞ്ഞൊരു AC മതിയെങ്കിൽ നമുക്കിത് 1-ലോ മറ്റോ ഇട്ടാൽ മതിയാവും. നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് AC പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഒരു 4-ലോ മറ്റോ ആക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് കാണുന്നത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് AC-ക്ക് നമുക്ക് തണുപ്പാണ് വേണ്ടതെങ്കിൽ, നല്ല തണുപ്പാണ് വേണ്ടതെങ്കിൽ ഈ ബ്ലൂവിൽ ഏറ്റവും താഴെയാക്കി കൊണ്ടുവെക്കുക. അല്ല നല്ല ചൂടാണെങ്കിൽ ഈ ഹോട്ടിൽ ഏറ്റവും താഴെയായി കൊണ്ടുവെക്കുക. അപ്പോൾ ഇത് അവിടെ ഇവിടെയും കൊണ്ടുവയ്ക്കുന്നതനുസരിച്ച് നമുക്ക് എത്രയാണോ ഉള്ളത് AC-യുടെ തണുപ്പും ചൂടും, ഈ റെഡ് ലൈൻ കാണുന്നതൊക്കെ ചൂട് ഭാഗമായിരിക്കും, ഈ ബ്ലൂ ലൈനിൽ കാണുന്നതൊക്കെ തണുപ്പുമായിരിക്കും. അപ്പോൾ തണുപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ബ്ലൂവിൽ കൊണ്ടുവെക്കണം, ചൂടിലാണ് വേണ്ടെങ്കിൽ നിങ്ങൾ റെഡിൽ കൊണ്ടുവെക്കണം. പിന്നെ ഇത് AC-യുടെ ഓൺ ഓഫ് സ്വിച്ച് ആണ്. ഈ AC-യുടെ സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ ഉള്ളൂ AC വർക്ക് ചെയ്യുള്ളൂ.
അത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ 2 മോഡുകളാണ്. അതായത് എ സിയുടെ 2 മോഡുകളാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 മോഡിൽ ഈ കാണുന്നത് റീസർക്കുലേറ്റിംഗ് മോഡും ഈ കാണുന്നത് എയറിനെ പുറമെ എടുക്കുന്ന രീതിയിലുള്ള മോഡുമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ എ സിയുടെ കാറ്റ്, അതായത് എ സി പുറമെ എയറിനെ വലിച്ചെടുത്ത് തണുപ്പിച്ചിട്ട് ഉള്ളോട്ട് വിടുകയാണെങ്കിൽ അത് ഈ മോഡലായിരിക്കും. ഈ മോഡലാണെങ്കിൽ മാത്രമേ ഉള്ളൂ എ സി പുറമേയുള്ള കാറ്റിനെ വലിച്ചെടുത്ത് തണുപ്പിച്ചിട്ട് നമുക്ക് കാറിനുള്ളിലോട്ട് തരുള്ളൂ. ഈ മോഡിലാണെങ്കിൽ നമ്മളുടെ കാറിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വായുവിനെ അത് റീസർക്കുലേറ്റ് ചെയ്ത് തണുപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന മോഡാണിത്. അപ്പോൾ ഈ 2 മോഡിനും അതിൻ്റേതായുള്ള വർക്കിംഗ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നല്ലൊരു പ്രദേശത്ത് കൂടെ അധികം ട്രാഫിക്കും അല്ലെങ്കിൽ സ്മോക്കും പൊടിപടലങ്ങളും പുറമെ വലിയ സ്മെല്ലും കാര്യങ്ങളും ഇല്ലാത്ത സ്ഥലത്ത് കൂടിയാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഓപ്പൺ മോഡിൽ, അതായത് എയറിനെ പുറമെ എടുക്കുന്ന മോഡിലിട്ട് പോയാൽ മതി. അതേസമയം നമ്മളൊരു മെയിൻ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടിയൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നാറ്റം പുറമുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ മോഡിലിടുകയാണെങ്കിൽ ആ നാറ്റം കൂടെ ഈ എയർ വെൻ്റ് വഴി വാഹനത്തിൻ്റെ ഉള്ളോട്ടേക്ക് എത്തിപ്പെടുകയും നമുക്ക് അസഹ്യമായി തീരുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ മോഡ് മാറ്റി കൊടുത്തിട്ട് അതിനെ റീസർക്കുലേറ്റിംഗ് മോഡിലേ മാറ്റണം. എങ്കിൽ മാത്രമേ സുഖകരമായുള്ളൊരു യാത്ര നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും, ഭയങ്കര ഡിസ്കംഫേർട്ടായിരിക്കും. നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചാവിക്ക് കുറച്ച് പൊസിഷൻസ് ഉണ്ട്. അതായത് ഇതിപ്പോൾ ഓഫ് പൊസിഷനാണ്. 3 പൊസിഷനാണുള്ളത്. ഓഫ് പൊസിഷൻ, ഓൺ പൊസിഷൻ, പിന്നെ ഒന്നുകൂടെ തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ. അപ്പോൾ ആദ്യത്തെ പൊസിഷൻ ഓഫായിരിക്കും. രണ്ടാമത്തെ പൊസിഷനിൽ ഇഗ്നീഷൻ, അതായത് വണ്ടി മൊത്തം ഓണാവും, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. മൂന്നാമത്തെ പൊസിഷനിൽ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. ഓക്കെ, ഒരു വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്ററാണ് ഇപ്പോൾ കാണുന്ന ഈ സ്പീഡോമീറ്റർ. സ്പീഡോമീറ്റർ എന്ന് പറയുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കാണിക്കുന്ന മീറ്ററാണ് സ്പീഡോമീറ്റർ. വാഹനം എത്ര വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു മീറ്ററാണ് സ്പീഡോമീറ്റർ. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഡിജിറ്റൽ കൺസോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഡിജിറ്റൽ കൺസോൾ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ കൺസോളിൽ കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും മുകളിൽ കാണുന്ന ടൈമാണ്. ഇപ്പോൾ സമയം 7:59. അപ്പോൾ ആ സമയമാണ് അതിൽ കാണിക്കുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾ താഴെ കാണുന്നത് ഓഡോമീറ്റർ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് സ്പീഡോമീറ്റർ, ഈ കാണുന്നത് സ്പീഡോമീറ്ററും ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് ഓഡോമീറ്ററുമാണ്. ഓഡോമീറ്ററും സ്പീഡോമീറ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓഡോമീറ്റർ എന്ന് പറയുമ്പോൾ വാഹനം എടുത്ത അന്ന് മുതൽ എത്ര കിലോമീറ്റർ ദൂരം ഇതുവരെ ഒരു കാർ അല്ലെങ്കിൽ ഒരു വാഹനം സഞ്ചരിച്ചു എന്ന് കാണിക്കുന്ന മീറ്ററാണ് ഓഡോമീറ്റർ. അപ്പോൾ ഈ വാഹനം ഇതുവരെ 69,305 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി തൊട്ടടുത്തായിട്ട് ഒരു ഫ്യൂവൽ ഗേജിൻ്റെ എംബ്ലം ഇങ്ങനെ മിന്നി കളിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം വേറെ ഒന്നല്ല, ഇതിൽ പെട്രോൾ ഇല്ലാത്തതിനെ കൊണ്ടാണ് മിന്നി കളിക്കുന്നത്. അപ്പോൾ ഇത് ഗേജ് കാണിക്കുന്നത് ഓരോ കട്ട നമ്മുടെ മൊബൈലിലേക്ക് റേഞ്ച് കാണിക്കുന്ന പോലെ ഓരോ കട്ടയായിട്ടാണ്. അപ്പോൾ ഇതിലിപ്പോൾ 1, 2, 3 ഒരു 4 കട്ട വരെ കാണേണ്ടതാണ് ഫുൾ ടാങ്ക് ആണെങ്കിൽ. ഇപ്പോൾ ഇതിലിപ്പോൾ എംറ്റി ആയതുകൊണ്ടാണ് ഇത് ഒരു കട്ട തന്നെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഒരു കട്ട ബ്ലിങ്ക് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഫ്യൂവൽ ലെവൽ എംറ്റി ആണെന്നാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് ഈ പവർ വിൻഡോയുടെ സ്വിച്ചസ് ആണ്. നമുക്ക് ഡ്രൈവർ സൈഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും പവർ വിൻഡോയുടെ സ്വിച്ചസ്. അതേപോലെ തന്നെ ഡ്രൈവർ സൈഡും ഓരോ ഡോർ സൈഡും ഒക്കെ പവർ വിൻഡോയുടെ സ്വിച്ചുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 2 പൊസിഷനാണുള്ള, ഒന്ന് അപ്പ് പൊസിഷനും അതേമാതിരി ഡൗൺ പൊസിഷൻ ആണെങ്കിൽ വിൻഡോ താഴോട്ട് വരും, അപ്പ് ആണെങ്കിൽ മുകളിലോട്ടേക്ക് പോകും. അടുത്തതായിട്ടുള്ള ഔട്ട്സൈഡ് റിയർ വ്യൂ മിററിനെ കൺട്രോൾ ചെയ്യാനുള്ള നോബാണ്. ഈ ലിവേഴ്സ് നമ്മൾ ചലിപ്പിക്കുന്നതിനനുസരിച്ച് മിററിന് ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത് പറയാനുള്ളത് സീറ്റുകളാണ്. അപ്പോൾ സീറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ സീറ്റുകൾ രണ്ടും, അതായത് ഫ്രണ്ട് സൈഡുള്ള സീറ്റുകൾ അധികം വരുന്ന അഡ്ജസ്റ്റബിൾ സീറ്റ് ആയിരിക്കും. അത് ഇൻവേർഡ് ആയിട്ടും ഔട്ട്വേർഡ് ആയിട്ടും ഇതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. അതായത് മുന്നോട്ടും പുറകോട്ടും ചലിപ്പിക്കാൻ പറ്റും. അതേമാതിരി തന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ ആംഗുലർ രീതിയിൽ നമുക്ക് മുന്നോട്ടും പുറകോട്ടും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സീറ്റിന് നേരെ താഴെ തന്നെ നമുക്കൊരു ലിവർ കാണാൻ സാധിക്കും. ഈ ലിവർ പിടിച്ചിട്ട് മുന്നോട്ടും പുറകോട്ടും കഴിഞ്ഞാൽ സീറ്റിന് നമുക്ക് ടു ആൻഡ് ഫ്രോ, അതായത് മുന്നോട്ടും പുറകോട്ടേക്കും നീക്കി ഏതെങ്കിലും പൊസിഷനിൽ വെക്കാൻ സാധിക്കും. നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഈ സൈഡിലായിട്ട് ഈ ഒരു പൊസിഷൻ ബാക്കോട്ടേക്കാണെങ്കിൽ സീറ്റ് ബാക്കോട്ടേ മാറിയുന്നതാണ്, തിരിച്ചിങ്ങോട്ടേക്കും വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്കോട്ടേക്കും അതേമാതിരി തന്നെ മുന്നോട്ടേക്കും ആക്കാൻ സാധിക്കും. അതേമാതിരി മുൻപോട്ടേക്കും പുറകോട്ടേക്കും സീറ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തത് ഹാൻഡ് ബ്രേക്സ് ആണ്. അപ്പോൾ ഹാൻഡ് ബ്രേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയർ വീലുകളിൽ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വാഹനം പാർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒരു കയറ്റത്തിൻ്റെ മുകളിലൊക്കെ നിർത്തിയിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഹാൻഡ് ബ്രേക്ക്. ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു നോബ് ഉണ്ടാവും. ആ നോബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് റിലീസാവും. താത്തി കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് റിലീസായി, പിന്നെ തിരിച്ച് വിട്ടാൽ മതി. ഇനി ഹാൻഡ് ബ്രേക്ക് ഇടണമെങ്കിൽ ജസ്റ്റ് വലിച്ചാൽ മാത്രം മതി, അത് ഹാൻഡ് ബ്രേക്ക് ഓൺ ആയിക്കോളും. ഈ തൊട്ട് മുകളിലായിട്ട് ഗിയർ ലിവേഴ്സ് കാണാൻ സാധിക്കും. ഇതിൻ്റെ പേരാണ് ഗിയർ ലിവർ, അല്ലെങ്കിൽ ഗിയർ ലിവർ നോബ് എന്നാണ് ശരിക്കും ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ നോബിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതായി കാണുന്നതാണ് പവർ സോക്കറ്റാണ്. ഒരു 12 വോൾട്ട് വരെ ഔട്ട്പുട്ട് വരുന്ന പവർ സോക്കറ്റാണ്. ഇപ്പോൾ സോക്കറ്റിനകത്ത് നമ്മൾ ചാർജറോ മറ്റോ, ഇത് ഇപ്പോൾ ചാർജറാണ്. ചാർജർ ഇൻസ്റ്റേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ USB കേബിൾ ഉപയോഗിച്ചിട്ട് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ലൈറ്റ് കൺട്രോളിംഗ് സ്വിച്ചാണ്. അപ്പോൾ ഇത് കാണുന്നതാണ് ലൈറ്റ് കൺട്രോളിംഗ് സ്വിച്ചസ്. അപ്പോൾ ഇതിന് ഓരോ പൊസിഷൻ ഉണ്ട്. ഈ പൊസിഷൻ ആക്കുന്നതനുസരിച്ച് നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പൊസിഷൻ ഓഫാണ്. രണ്ടാമത്തെ പൊസിഷനിൽ ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ ഇത്
അതായത് പാർക്ക് ലൈറ്റ്സുകൾ ഓൺ ആവുന്നതാണ്. വീണ്ടും ഒന്നുകൂടി തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ്ലൈറ്റുകൾ ഓൺ ആവുന്നതാണ്. ഇതിൽ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ആക്കുന്നതനുസരിച്ച് ഡിമ്മും ബ്രൈറ്റും നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അതേപോലെ തന്നെ ഇത് താഴ്ഭാഗത്തേക്കാണ് നമ്മൾ താത്തി വെക്കുന്നതെങ്കിൽ അത് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഓൺ ആവും. അതേപോലെ തന്നെ മുകൾ ഭാഗത്തേക്കാണ് വെക്കുന്നതെങ്കിൽ ഇത് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഓൺ ആവും. ഓക്കെ, പാസ് അടിക്കണമെങ്കിൽ ഇത് ജസ്റ്റ് പിടിച്ചിട്ട് മുകളിലോട്ടേ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ പാസ് ഓൺ ആവും. അടുത്തതായിട്ടുള്ള വൈപ്പറിൻ്റെ കൺട്രോളാണ്. ഒരു പോസ്റ്റിൽ ഓൺ ആക്കുകയാണെങ്കിൽ വൈപ്പർ വർക്ക് ചെയ്യും. അതായത് മിൻറ്റ് കണ്ടീഷനാണിത്. അതായത് ഇടക്കിടക്ക് ഇത് സി ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം എടുക്കും അടുത്ത് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ ഇടാം. ഇതിങ്ങനെ കൺട്രോൾ ചെയ്ത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിക്കും വണ്ടിക്കാണ് ഗ്ലാസ് കംപ്ലൈൻറ്റ് ആവും. അത് ഞാൻ ചെയ്യുന്നതിൽ ഓഫാക്കുകയാണ്. 4 മോഡുകളാണ് സാധാരണയായിട്ട് ഉണ്ടാവാറ്. ഓഫ് കണ്ടീഷനിലാണെങ്കിൽ തീരെ ഒന്നും വർക്ക് ചെയ്യില്ല. ഇൻ്റർമീഡിയറ്റിൽ ഇടുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വൈപ്പർ വന്ന് പോകും. ലോ കണ്ടീഷനിലാണെങ്കിൽ വളരെ സാവധാനം വൈപ്പർ വർക്ക് ചെയ്യും. ഹൈ കണ്ടീഷനിലിടുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വൈപ്പർ വർക്ക് ചെയ്യും. ഓക്കെ, സോ അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഈ ഒരു സ്വിച്ച് കണ്ടില്ലേ, ഈ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈപ്പർ വാട്ടർ ടാങ്കിലുള്ള വെള്ളം വിൻഷീൽഡിൻ്റെ മുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ചില കണ്ടീഷനിൽ ഇപ്പം നമുക്ക് വെള്ളമൊന്നും കൊണ്ടുപോയി പുറമെ പോയി കീഴേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് ഈ വൈപ്പർ ടാങ്കിലുള്ള വെള്ളത്തെ ഈ സ്വിച്ച് ഒന്ന് മുകളിലോട്ട് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ആ വെള്ളം അതായത് ടാങ്കിലുള്ള വെള്ളം വിൻഷീൽഡിൻ്റെ മുകളിലേക്ക് അടിക്കുന്നതായിരിക്കും. നമുക്ക് ഗ്ലാസ് ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ അവസാനമായിട്ട് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഈ കാണുന്ന ആൾ തന്നെയാണ്. സേഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ആളാണ്. ആളുടെ പേര് എല്ലാവർക്കും അറിയാം, സീറ്റ് ബെൽറ്റ്. അപ്പോൾ ഈ സീറ്റ് ബെൽറ്റ് സാധാരണ ഒരു സൈഡിൽ ഇങ്ങനെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വലിച്ച് എടുത്തിട്ട് നമ്മൾ മുൻഭാഗത്തോട് ഇട്ടിരുന്ന ഈ ലോക്കിനകത്തേക്ക് ജസ്റ്റ് ഈ ഒരു ലോക്ക് ഉണ്ടാവും, ആ ലോക്കിനകത്ത് ചെയ്തിട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോക്ക് ആവുന്നതാണ്. ഓക്കെ, പിന്നെ ഊരണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഈ റെഡ് ലൈൻ കാണുന്ന സാധനം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഊരിപ്പോരാണ്. അപ്പോൾ ഇത്രയുമാണ് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി വാഹനത്തിൻ്റെ പുറത്ത് നമ്മൾ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ബോണറ്റിൻ്റെ ഉള്ളിലുള്ളത് എന്നൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. സോ നമുക്ക് ബോണറ്റ് തുറക്കാം. അപ്പോൾ ബോണറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോണറ്റ് തുറക്കുന്ന ഒരു ഡിവൈസ് ഉണ്ടാവും. സാധാരണ എല്ലാ വണ്ടികൾക്കും ഈ ഭാഗത്തായിട്ടാണ് വരിക. അപ്പോൾ അത് ജസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബോണറ്റ് ഓപ്പൺ ആവുന്നതാണ്. നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്കിലൊന്ന് ജസ്റ്റ് കൈയിട്ടതിന് ശേഷം ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക, മുകളിലൂടെ പൊക്കുക. അപ്പോൾ ബോണറ്റ് ഓപ്പണായി വരുന്നതാണ്. പിന്നെ ഇവിടെ ആയിട്ട് അതിൻ്റെ ഒരു ടോ ഹൂക്ക് ഉണ്ടാവും. അത് നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ അകത്തേക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. സോ അതവിടെ ലോക്കായി നിന്നോളൂ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാറിൻ്റെ എൻജിൻ കോമ്പണൻ്റ് അല്ലെങ്കിൽ എൻജിൻ റൂം എന്ന് വേണം വിളിക്കാം. ഇതിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഓരോ ഭാഗങ്ങളും ഇൻഡിവിജ്വലായിട്ട് പറയാൻ എനിക്ക് പറ്റിയില്ല. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ, അത് ഡ്രൈവേഴ്സിനും അതേമാതിരി വണ്ടി ഓടിക്കുന്ന ആളുകൾക്കും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാണുന്ന ആൾ. ഇതിൻ്റെ പേരാണ് റിസർവോയർ, അതായത് എൻജിൻ കൂളൻ്റ് റിസർവോയറാണ്. കൂളൻ്റ് റിസർവോയർ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് കാലത്ത് റേഡിയേറ്ററിൽ വെള്ളമായിരുന്നു ഒഴിക്കൽ. പക്ഷേ ഇതിപ്പോൾ അതിന് പകരം റിസർവോയറിനകത്ത് നമ്മൾ ഒഴിക്കുന്നത് കൂളൻ്റാണ്. കൂളൻ്റ് എന്ന് പറയുമ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയ ഒരു തരം ലിക്വിഡാണ് കൂളൻ്റ്. അപ്പോൾ ഈ കൂളൻ്റ് ഒഴിക്കുന്ന ഒരു റിസർവോയറാണ്. ഇതിൻ്റെ അകത്ത് ഫുൾ ടൈം ടോപ്പ് ലെവലിൽ തന്നെ എപ്പോഴും കൂളൻ്റ് ഉണ്ടായിരിക്കണം. ഇതിനൊരു ടോപ്പും ഹൈ ലെവലൊക്കെ ഉണ്ടാവും. അതിന് മുകളിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എപ്പോഴും ആ ലെവലിൽ വരെ എപ്പോഴും കൂളൻ്റ് ഇതിനുണ്ടായിരിക്കണം. എൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു ഭാഗം ഇതൊരു റിസർവോയറിൻ്റെ ക്യാപ്പാണ്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച വൈപ്പർ വാട്ടറിൻ്റെ റിസർവോയർ ക്യാപ്പാണ്. ഇതിനകത്തേക്ക് നമ്മൾ വെള്ളവും അതേപോലെ തന്നെ ഷാമ്പൂ കൂടെ മിക്സ് ആക്കിയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതും ഇതിനൊരു ടോപ്പ് എൻഡ് ഉണ്ട്, അതുവരെ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ അടുത്തത് പ്രധാനപ്പെട്ടാണ് ബ്രേക്ക് ഫ്ലൂയിഡ്. അപ്പോൾ ഈ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ നമുക്കിവിടെ മിനിമം, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ഒരു മിനിമം മാക്സിമം എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫോൺ സൂം ആവാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്, എന്നാലും വേണ്ടില്ല ഒരു മിനിമം മാക്സിമം ലെവലുണ്ടാവും. അപ്പോൾ മാക്സിമം ലെവൽ വരെ എപ്പോഴും ബ്രേക്ക് ഫ്ലൂയിഡും ഇതിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ലെവലാണ്. അപ്പോൾ ഇതാണ് ഓയിൽ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റിക്കാണ്, ഡിപ്പ് സ്റ്റിക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഡിപ്പ് സ്റ്റിക്ക് നമുക്കിങ്ങനെ പൊക്കിയെടുക്കാൻ സാധിക്കും. പൊക്കിയെടുത്ത് ഇങ്ങനെ കുത്തനെ പിടിച്ച് നോക്കണം. കുത്തനെ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഓയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്തതെന്ന് പറയുന്നത് ബാറ്ററിയാണ്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ. ഒരു കാരണവശാലും ഈ രണ്ട് ടെർമിനൽ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ വയറിംഗ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ രണ്ട് വയറും കൂടി തമ്മിൽ കൂട്ടിമുട്ടിപ്പോയി കഴിഞ്ഞാൽ ബാറ്ററി ഡാമേജ് ആവും, സ്പാർക്ക് ഉണ്ടാവും, വണ്ടി തന്നെ കത്തിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. അടുത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്യൂസ് ബോക്സ്. എല്ലാ വാഹനങ്ങളുടെ ബോണ്ടിൻ്റെ അടിയിലും ഈ ഒരു ഫ്യൂസ് ബോക്സ് ഉണ്ടാവും. അപ്പോൾ ഫ്യൂസ് ബോക്സ് തുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ലോക്ക് ഉണ്ടാവും. ആ ലോക്ക് പ്രസ് ചെയ്ത് ജസ്റ്റ് പൊക്കി കഴിഞ്ഞാൽ ആ ഫ്യൂസ് ബോക്സ് തുറക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രാം പ്രകാരം ഓരോ ഫ്യൂസും എന്തിൻ്റെയാണെന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരുവിധം റിപ്പയറിങ് മറ്റുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫ്യൂസ് മാറ്റിയിട്ടുള്ള മറ്റുമൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പൊസിഷനും ഇതെന്താണെന്നുള്ളതും എല്ലാവരും മനസ്സിലാക്കി വെക്കും. സോ ഇതാണ് ഫ്യൂസ് ബോക്സ്. ഇത് നമ്മളുടെ മെക്കാനിക്കൽ പർപ്പസിലൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇതാണ് അടിച്ചു പോവുക. അതിൻ്റെ ഓരോ ഫ്യൂസും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് മാറ്റിയിടാൻ സാധിക്കുന്നതാണ്. ഓക്കെ. പിന്നെ
എല്ലാവർക്കും അറിയുന്ന ഭാഗമാണ് എൻജിൻ. ഈ ഭാഗത്തിനെ നമ്മൾ മുഴുവനായിട്ട് വിളിക്കുന്ന പേരാണ് എൻജിൻ അസംബ്ലി എന്ന് വിളിക്കുന്നു. പിന്നെ ഇത് അതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പും കാര്യങ്ങളും അതിൻ്റെ സപ്ലൈയും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് എയർ ഫിൽറ്റർ വരുന്നത്. പിന്നെ ഇത് ഹെഡ്ലൈറ്റുകളാണ്. കൂടുതലൊന്നും പറയാനില്ല, ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻജിൻ ബോണറ്റിൻ്റെ ഉള്ളിൽ വരുന്ന പ്രധാനപ്പെട്ട യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാം കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ലെങ്ത് ഇതൊന്നും മതിയാവില്ല, ഒരു 1.5 മണിക്കൂറൊക്കെ എത്തിപ്പോകും. സോ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തകരാറുകളോ മറ്റോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. Thank you for watching this video. It's me, Auto Viber.